അതല്ലേ നൈസ് ബ്രോ. വിട്ടാതെ ഇരുന്ന് അവരെ ഇളക്കി വിട്ടില്ല, ഞാൻ എല്ലാം നിർത്തിയിരുന്നത്. ഗൈസ് അങ്ങനെ ആംബിയൻസ് ഉള്ള കടയിലൊന്ന് എം കേരളത്തിൽ. അതമ്മ ഈ ആംബിയൻസ് മതിയാ, കാണിക്കാതെ പറയാതെ അറിയത്തില്ല. ഗൈസ് അങ്ങനെ നമ്മൾ അകത്തെത്തി. ഇതാണ് ആംബിയൻസ് ബാത്റൂം ഗൗതത്തിന്. വെള്ളം കൈ ഇങ്ങനെ അകത്തിടേണ്ടതാണ്. കഴുകിയിട്ട് ഇങ്ങനെ അടച്ചു വെക്കേണ്ടതാണ്. അല്ലാതെ ഇതേപോലത്തെ കൊണ്ട് തന്ന വാങ്ങരുത്. എവിടെ നിന്നൊക്കെ എടുത്ത് സ്ഥലം കിട്ടി. എപ്പോഴും നമ്മളെ ഗൗതത്തിന്റെ ഓപ്പോസിറ്റ് ഇരിക്കണം. അതാവുമ്പോ എന്നെ കഴിക്കാൻ വിടൂലല്ലേ? എനിക്ക് കുറച്ച് സ്വസ്ഥമായിട്ട് കഴിക്കാൻ പറ്റും. എല്ലാരും എന്ത് കഴിക്കാൻ പോണേ? ദോശ. ആശിക്ക് എന്താ കഴിക്കുന്നത്? അടുത്ത കൂടെ എന്താ കഴിക്കുന്നത്? ആശിക്കാണ് ഓർഡർ ആക്കാൻ പോണേ. ബ്രോ എന്ത് കഴിക്കാൻ പോണേ? ബ്ലാക്ക് ടീയും ഒരു ബൂസ്റ്റ്. ഇതാണ് ഹെവി ആയിട്ട് കഴിക്കാതെ അതല്ലേ? അതില് എന്റെ പേര് എഴുതി വേണം. ബ്രാൻഡിംഗ് ഒക്കെ പ്രൊമോട്ട് ചെയ്തത് അവന്റെ വീഡിയോ വന്നിട്ട്. അപ്പൊ ഇതാണ് നമ്മുടെ പേര്. നോക്കാം കട്ടി. ഞാൻ തൂക്കിയിരിക്കും. എല്ലാരും ബാക്കി പറഞ്ഞ പൈസ എന്റെ അക്കൗണ്ടിലോട്ട് ഇട്ടോളി. ഗൗതം ഓഫറിന് വേണ്ടി അത് തൂക്കിയിരിക്കും. 10 മിനിറ്റ് കറക്റ്റ്. അയ്യോ ജസ്റ്റ് 11 സെക്കൻഡ്. ആ കൊച്ചു ചെറുക്കൻ 10 മിനിറ്റ് ഉണ്ടാക്കി. 10 മിനിറ്റ് കറക്റ്റ് ചെയ്തു. പക്ഷേ ഗൗതം ചെയ്യുമ്പോ നോക്കിയത് നോക്കണം. മറ്റേ മുട്ട വീങ്ങിക്കൊണ്ടിരിക്കുന്നു. ഏത് കൊള്ളാം? അപ്പം കൊള്ളാമോ മുട്ട കറി കൊള്ളാമോ? ഇനി നമ്മളെ റോസ്റ്റിന് വെയിറ്റിംഗ് ആണ്. ഗൗതം ടേസ്റ്റ് പറ. നീ പറഞ്ഞിട്ടാണ് എനിക്ക് കഴിക്കാൻ. നീ പറ അങ്ങനെയുണ്ട്. പക്ഷേ എന്താ പറയാമത്? പറ. ശരി, അപ്പൊ ഞാനും കഴിച്ചിട്ട് തരാം. ഗൗതം അങ്ങനെ പ്രസ് ചെയ്യാൻ പോണ്. പക്ഷെ പ്രസ് ചെയ്യണ മുമ്പ് ഇവൻ പേ ചെയ്തിട്ടൊന്ന് ഇവിടെ നോക്കാതെ അവിടെ നോക്കി. അടുത്ത നമ്മൾ അഖിലേഷ്. ആവുന്നില്ല. പറ്റെങ്കിൽ ബേട്ടറാ, പറ്റെങ്കിൽ പത്തേട്ടറാ. ഞാൻ പറ്റേ പോ. എന്തായാലും പേ ചെയ്തില്ലേ? എത്ര കൊടുക്കും? പക്ഷേ ഈ റേറ്റിന് ഓർത്താണോ? എനിക്ക് തികയില്ല ഗൈസ്. പാതി പോലും തികയില്ല. അത് മാത്രമേ പ്രശ്നമാകും. അത് ടേസ്റ്റ് ഒക്കെ ഓക്കെ. അഖിലേഷ് നിനക്ക് ഫുഡ് ഓക്കെ. പക്ഷെ അകത്തുള്ള ചേച്ചി ഇവ ചേച്ചിയെ കടികളെ പോലെ സംസാരിച്ച് ചേച്ചി പിന്നെ വെട്ടിയില്ല. നായിന്റെ പോലെ അതല്ല, ഇവ അവനെ കടിക്കണ പോലെ സംസാരിച്ച് അവസാനം ആ ചേച്ചി പേടിച്ച് ആരുടെ അടുത്ത സാധനം വരെ മറന്നുപോയി. സത്യം പറഞ്ഞാ ഇവന് ആ ചേച്ചിയോട് സംസാരിക്കണം.
അതിനു വേണ്ടി വിളിച്ച് പക്ഷെ ആ ചേച്ചി അവസാനം പേടിച്ച്. മുട്ടക്കറി ഓർഡർ ചെയ്യും, പെട്ടെന്ന് ക്യാൻസൽ അടിച്ചിട്ട് ചിക്കൻ കറി വേണമെന്ന് പറയും. അതായത് അവിടെ പോയിട്ട് ഓർഡർ കൊടുക്കുന്ന മുമ്പേ ക്രിസ്ത്യൻ വിളിക്കുന്നത്. എന്നിട്ട് ഷോ കാണിക്കാൻ വേണ്ടിട്ട്, അല്ലെങ്കിൽ ഒരു 10 രൂപ ചായ വാങ്ങിച്ചാൽ പോലും ഇവ ആരെങ്കിലും കൊടുക്കണ്ട, ഇത് വീട്ടിൽ നിന്ന് പൈസ കിട്ടിയാലേ ഉള്ളൂ, ഇന്നലെ തന്നെ മറ്റേ കട അടയ്ക്കാൻ ഉണ്ടായിരുന്നെന്ന് പറയും. ഇത് 600 രൂപ ബില്ല്. 600 രൂപ ഇവന്റെ അക്കൗണ്ട് ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല ഇത്രയും അക്കൗണ്ട്. ഞാൻ ഇവൻ വന്ന് പറഞ്ഞപ്പോഴും ഞാൻ വിശ്വസിച്ചില്ല. പക്ഷെ അവള് സ്കാനർ കാണിച്ചോടാൻ പേ ചെയ്തിരിക്കുന്നു. എന്താടേ ആശിക്ക്? ഇരുന്നാലും നിങ്ങൾ ജയിക്കൂല എന്ന് എനിക്കറിയാം. നിങ്ങൾ കാരണം ഇനി 8 സെക്കൻഡ് കോൺഫിഡൻസ് ഇല്ല ഇല്ല, ഇങ്ങനെ 10 അടി എടാ ഗൗതം, പിന്നെ ഞാൻ പറഞ്ഞില്ല അടിക്കൂലി. പക്ഷെ നീ പേ ആക്കി എനിക്ക് 8 സെക്കൻഡിലെ മിസ് ആയത്. യൂസ് ഇല്ലാന്ന് കോൺഫിഡന്റ് പോയി നിങ്ങൾ കിട്ടിയിട്ട് യൂസ് ഇല്ല. അതുകൊണ്ടാണ് 9:50 നീ തിരിച്ചുമ്പോ വേണമെങ്കിൽ നിങ്ങൾ ആ ചേച്ചി ഞാൻ പൈസ പേ ചെയ്തതിന്റെ പ്രശ്നം. നിങ്ങൾ ഇനി തിരിച്ചു ശരി കുഴപ്പമില്ല, വാ എല്ലാം വിട്ടു. ഇങ്ങനെ പേ ചെയ്തിട്ടില്ലേ ആദ്യമായിട്ട്? അതാണ് എനിക്ക് അവരൊന്ന് QR ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായി. ചേച്ചി ഇൻസ്റ്റേഡ് അടിക്കാനല്ലേ QR കാണിച്ചപ്പോ ഞാൻ പേ ചെയ്ത് പോയി. ഞാൻ ഇപ്പൊ എന്റെ QR കാണിക്കാൻ ശരിയതാ ചായ കയറട്ട് അഖിലേഷ് എങ്ങനെ ഊമച്ചെ കഷ്ടപ്പെട്ട് കുടിച്ചിട്ട് വരാം. അടുത്തൊരു സർപ്രൈസ് ഉണ്ട്, അത് നമ്മൾ പോണ വഴിയിൽ പറയാം. ഇപ്പൊ പറഞ്ഞെങ്കിൽ ഇപ്പൊ തന്നെ ഒരാള് ഉള്ളത് ഒരു ജീവിതം. ഇവിടെ നേരെ കമ്മലാണ് പോയാലും ജീവിതത്തിൽ കണ്ടിരിക്കൂല ഇങ്ങനെ അവസ്ഥ. അമ്മാതിരി പോയാൽ മാത്രം മതി. പിന്നെ നീ ജീവിതത്തിൽ മിസ് ചെയ്തെന്ന് പറയും. മിസ് ചെയ്തല്ലോ. സർപ്രൈസിൽ കടുപ്പായ ആശിക്ക് നിങ്ങളെ ഇട്ടിട്ട് പോകും. എന്നെ ഇട്ടിട്ട് പോയ വിവരം അറിയും. ശരി ഗൈസ്, നമ്മള് സർപ്രൈസ് ആശിക്ക്, കടുപ്പായ ആശിക്ക് സർപ്രൈസ്. അയ്യോ നമ്മൾ ആ സ്ഥലത്തിൽ പോയിട്ട് കാണാൻ. പിന്നെ നമ്മള് കാട്ടുവഴി പയണം, ഷോർട്ട് കട്ട് നോക്കി ഷോർട്ട് കട്ട് നോക്കി ഗൂഗിൾ മാപ്പ് തിങ്സ്. പാമ്പ് വന്നാ കൂടെ അറിഞ്ഞോടാ. ഓ എങ്ങനെയാ റോഡ്? അങ്ങോട്ടല്ലേ, അങ്ങോട്ട്. പോയ വർഷം കറക്റ്റ് ഞാൻ ഇവിടെ നിന്ന് IPL ഫൈനൽ കാണണേ. ഇവിടെ ഈ സ്ക്രീനില് വായിൽ ഫുൾ RCBians-ന്റെ ഇടയില് ജയിച്ച ഉടനെ ഉണ്ടല്ലോ ഇവിടെ ബഹളായിരുന്നു. നിങ്ങൾക്ക് മാളിന്റെ അകത്ത് നിന്നൊക്കെ എല്ലാം മാളിന്റെ അകത്ത് ഓടി കയറി സീനായിരുന്നു ഇവിടെ, ഭയങ്കരമായിരുന്നു. എങ്ങനെ വെച്ചാൽ ഞാൻ നോക്കുമ്പോൾ മോളിന്റെ അകത്ത് നിന്നൊക്കെ ഓടി. ആ വീഡിയോ എൻ്റെ കയ്യിൽ ഉണ്ടാന്ന് പറഞ്ഞു, ഉണ്ടെങ്കിൽ ഇടാം. ഇവിടെ എന്തോ പരിപാടി നടക്കണം. ബ്രോ വിഷമിക്കാതെ, എല്ലാം റെഡിയാക്കാം. എന്ത് ബ്രോ, എങ്ങനെയുണ്ട്? അൺഎക്സ്പെക്ടഡ് പ്ലാൻ തന്നെ കൊള്ളാം. ഇവിടെ എന്ത് എടുക്കാൻ ആ ഫോൺ അതിനെങ്കിലും ഇടാ. അങ്ങനെ 2 ഫോട്ടോ എടുക്കാതെ പോവില്ല. എന്തൊക്കെ നമ്മൾ ഇന്ന് ആഷിക്കിന്റെ സേവ് ദ ഡേ ഷൂട്ടൊക്കെ നോക്കി. ഡിഫറെന്റ് ആയിരിക്കണ്ട, നിനക്ക് അറിയില്ല. എടാ ഇതിങ്ങനെ ഇടാം, ഒരു കോട്ട് വെച്ച് ഇടാം. ആ ഇത് ഇടാം. നൈസ് ഓൺ. ഒരു കോട്ട് പറ, ഒരു കോട്ട് പറ. വേസ്റ്റ് ഓഫ് ടൈം. ആ നീയേ അല്ല ഞാൻ ഒരു 5 നിമിഷത്തെ ആലോചിച്ചിട്ട് വരാം. നീ പറയടാ ഒരു കോട്ട്.
എന്ത് പറയും? എന്തെങ്കിലും കോട്ട് പറ. മൈ റൂൾസ് മൈ റെഗുലേഷൻ മൈ ആറ്റിറ്റ്യൂഡ്. ഭയങ്കര വിഷമം, നല്ല ഡ്രസ്സൊന്നും ഇട്ടിട്ട് വരാത്തോണ്ട്. ഇവിടെ ഒക്കെ വരുമ്പോ നല്ല ഡ്രസ്സ്. ഞാൻ ഇട്ടിരിക്കണ ചെരുപ്പ് നോക്ക്, നീ ക്രോക്സ് ഇട്ടിരിക്കണെന്ന് പറയാം, ഞാൻ ഇട്ടിരിക്കണ നോക്ക്. അത് രാവിലെ പണിക്ക് പോയി നോക്ക്, ഫുള്ള് ചെളി. രാവിലെ മഴയിൽ ഇങ്ങനെ മറ്റേ ചെളി, അത് TC വഴിയായിരുന്നു പണി. മറ്റേ റോഡ് അറിയാമല്ലോ, TC വഴി. ആ റോഡിൽ കൂടെ വന്നപ്പോ ഫുള്ള് ചെളിയായി. നമുക്ക് ഇത് വഴിയാണ്. എനിക്കൊരു ഫ്രെയിം എടുക്കാം. ഞാൻ പണ്ടൊരു ഫോട്ടോ എടുത്തു തന്നു. അതേപോലെ അങ്ങനെ നമ്മള് ഫോട്ടോ ഒക്കെ എടുത്ത് ആശിക്കിന് കൊള്ളില്ല. ഡ്രസ്സ് ഇല്ലാത്തതുകൊണ്ട് ഉള്ള പ്രശ്നം ബ്രോ. ഡ്രസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഫോട്ടോ എടുത്തില്ല. അവിടെ എന്താ നല്ല DJ പരിപാടി നടക്കുക. നീ പറഞ്ഞ സാധനം ഇപ്പൊ നമ്മള് ഗൗതത്തിന് ഞാൻ പിന്നെ ഒരു ഫോട്ടോ എടുത്തത് അകത്ത് കയറ്റേതാണ്ട് വെളിയിൽ നിന്ന് സ്റ്റോറി ഇടാൻ വേണ്ടി മാത്രം വെളിയിൽ നിന്ന് വീഡിയോ എടുക്കുന്നു. അഖിലേഷ് എങ്ങനെയുണ്ട്? നമ്മൾ വെളിയിൽ അങ്ങനെ എല്ലാം പരിപാടിയും കഴിഞ്ഞ് മൊത്തം തുള്ളി തളർന്നു പോയി ഗൈസ്. വെളിയില് തുള്ളി ആശിക്ക് കടുപ്പില്. നമ്മള് മാളിലാണ് വന്നിരിക്കുന്നത്. അപ്പൊ അതിന്റെ സ്റ്റാൻഡേർഡ് ആയതുകൊണ്ട് നമ്മൾ തുള്ളിയില്ല, കണ്ടിട്ട് സ്റ്റാൻഡേർഡ്. ബാക്കി സിമെന്റ് കുഴക്കാൻ പറ്റുന്നില്ല. സിമെന്റ് കുഴക്കാൻ പെയിന്റ്. അതുകൊണ്ട് നമ്മൾ ഈ പരിപാടിയല്ല, ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുന്നത്. സപ്പോർട്ട് ചെയ്ത് അവർക്കൊരു ഇത് മോട്ടിവേഷൻ അതുകൊണ്ട് പുക ഒന്നും ഇല്ലേ. നമ്മൾ വന്നേച്ചാണോ അവര് പുകയിടാൻ തുടങ്ങിയത് തന്നെ. നമ്മൾ വോട്ട് വഴി നോക്കണ കണ്ടു അവര്. ശരി, അതുകൊണ്ട് ഇവിടെ വെച്ച് തീർക്കണ പറ. ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എല്ലാം ചെയ്ത് കൊടുക്കുക. അല്ലേ വെച്ചോ എനിക്കൊരു വീഡിയോ. ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലടിക്കുക. മറ്റേ ഇതടി അവസാനം ഇത് ഫ്ലിപ്പ് ക്യാമറയിൽ അടിക്കുക.